കഥ പറയാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവളുടെ അമ്മ ആ കുട്ടിയെ കൊണ്ട് എന്നും ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിങ്ങനെ 3 ലാംഗ്വേജസ് ഓരോ പേജ് വീതം എഴുതിക്കും. ചില ദിവസം ന്യൂസ് പേപ്പർ നോക്കിയാവും എഴുതുന്നത്, ചില ദിവസം ടെക്സ്റ്റ് ബുക്ക് തന്നെ കോപ്പി ചെയ്യും. അങ്ങനെ 2-3 വർഷം ഇത് തുടർന്നു. ഓഫ് കോഴ്സ് കുട്ടിക്ക് ഇതിനോടൊരു താല്പര്യവും ഇല്ലായിരുന്നു. സ്കൂളിലെ വർക്കൊക്കെ തീർന്നാലും അമ്മ തന്ന ഈ ഒരു വർക്ക് കൂടെ ഫിനിഷ് ആവാതെ സ്റ്റഡി ടേബിളിൽ നിന്ന് എണീക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഷീ റോട്ട്. പക്ഷേ പിന്നീട് യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നൈസ് എന്ന് ആളുകൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് കുട്ടിയായ സമയത്ത് മനസ്സില്ലാ മനസ്സോടെ ചെയ്ത ആ ഒരൊറ്റ ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് അവൾക്ക് മനസ്സിലായത്. ഹാൻഡ് റൈറ്റിംഗ് മാത്രമല്ല ഇമ്പ്രൂവ് ആയത്, ഹർ വൊക്കാബുലറി ഇൻക്രീസ്, നോളജ് ഇൻക്രീസ്ഡ്. ഉപന്യാസ മത്സരങ്ങളിലും രചനാ മത്സരങ്ങളിലും ഒക്കെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രൈസസ് കിട്ടാൻ തുടങ്ങി. ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ വേണ്ടി അവളുടെ മദർ ചെയ്ത ആ ഒരൊറ്റ കാര്യം ഗേവ് ഹർ എ ലോട്ട് ഓഫ് അതർ ഓപ്പർച്യൂണിറ്റീസ്. പലപ്പോഴും ആൻസർ ഷീറ്റ് തരുന്ന സമയത്ത് ടീച്ചർ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, യുവർ ആൻസേഴ്സ് ആർ റൈറ്റ്, പക്ഷേ വായിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഉത്തരം മുഴുവൻ എഴുതിയാലും പ്രസന്റേഷന്റെ പേരിൽ ഇടക്കൊക്കെ 1-2 മാർക്കുകൾ പോകുന്നവരുണ്ടാവും. നമുക്ക് തന്നെ ഇടക്ക് തോന്നാറുണ്ട്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണ്, എനിക്കത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. അപ്പോൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ പേപ്പർ പ്രസന്റ് ചെയ്യുന്നതിലും കാര്യമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ വിചാരിക്കും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒരു കഴിവല്ലേ, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? Practice can make a man perfect. Handwriting can be improved through your habits. So, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ വെക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പെൻ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെന്ന് തന്നെ എടുത്തോളൂ. ഓരോ ആളുകൾക്കും ഓരോ പെന്നായിരിക്കും ഇഷ്ടം ഉണ്ടാകുന്നത്. ജെൽ പെൻ ഇഷ്ടമുള്ളവരുണ്ടാവും, റോളർ ബോൾ പെൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് തിക്നെസ്സിലുള്ള പോയിന്റ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഫിക്സ് എ പെൻ എന്നിട്ട് വി ഹാവ് ടു റൈറ്റ്. യു ക്യാൻ റൈറ്റ് ഫ്രം യുവർ ഇമാജിനേഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി എഴുതാം. അല്ലെങ്കിൽ ഒരു പുസ്തകം എടുത്തിട്ട് അത് കോപ്പി ചെയ്തോളൂ. ദിവസവും ഒരു പേജ് വെച്ച് എഴുതുക, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വെച്ച് എഴുതുക. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി 3 എഴുതാം. 3 ലാംഗ്വേജസിലും കണ്ടന്റ് വരുന്ന എസ്സേ ബുക്സ് ഒക്കെ ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ കൂടി സഹായിക്കും. നമ്മൾ പേനയൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് നമ്മളൊരു പേപ്പർ എടുത്ത് എഴുതാൻ തുടങ്ങുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ലോ ആയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. സ്പീഡിൽ എഴുതിയിട്ട് നമ്മൾ എഴുതുന്നതിൻ്റെ ആ ഒരു വൃത്തി അങ്ങ് ഇല്ലാതാക്കരുത്. പകരം ഒരു 2 ആഴ്ച സ്ലോ ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതി നോക്കൂ. എഴുതിയതും ഫസ്റ്റ് ഡേ എഴുതിയതും പിന്നീട് ലാസ്റ്റ് ഡേ എഴുതിയതും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മാറ്റം അറിയാനാവും. സോ ദർ ഈസ് ആക്ച്വലി നോ ഷോർട്ട് കട്ട്സ് ടു അച്ചീവ് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഹാർഡായി പ്രസ് ചെയ്തിട്ട് എഴുതരുത്. ചില കുട്ടികൾ നല്ല ഹാർഡായിട്ടായിരിക്കും ഗ്രിപ്പ് ചെയ്യുന്നത് പെന്ന്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ പറഞ്ഞു തരാം. നമ്മൾ ഹാർഡായി പ്രസ് ചെയ്തിട്ട് എഴുതരുത്. ചില കുട്ടികളുണ്ട് നല്ല ഹാർഡായിട്ടായിരിക്കും പെന്ന് ഗ്രിപ്പ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, നല്ല പ്രസ് ചെയ്ത് എഴുതുന്ന സമയത്ത് ആ എഴുതി കഴിയുമ്പോഴേക്ക് ആ പേജിൻ്റെ അപ്പുറത്തോട്ട് അങ്ങ് പതിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ അത്രയും ഹാർഡായിട്ട് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ റൈറ്റിംഗ് സ്റ്റൈൽ എന്നും പോയിട്ട് ചേഞ്ച് ചെയ്യരുത്. 2 ദിവസം ഒരു സ്റ്റൈൽ, അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്റ്റൈൽ, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഏത് സ്റ്റൈലാണോ ട്രൈ ചെയ്യുന്നത് അത് തന്നെ ഒരു 2 വീക്സ് എങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം നോക്കാൻ. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഡോണ്ട് സ്കിപ്പ് യുവർ പ്രാക്ടീസ് ഫോർ 2 ഡേയ്സ്. ഓക്കെ, 2 ദിവസം നിങ്ങൾ എഴുതി, അത് കഴിഞ്ഞ് ഇനി 2 ദിവസം ഞാൻ വിരുന്നൊക്കെ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിക്കരുത്. അപ്പോഴേക്കും ആ ഒരു പ്രോസസ്സ് എന്താവും, അതവിടെ കട്ടായി പോയിട്ടുണ്ടാവും. സോ ഡോണ്ട് സ്കിപ്പ് യുവർ പ്രാക്ടീസ് ഫോർ 2 ഡേയ്സ്. മെയിൻറ്റെയിൻ സ്പേസ് ആൻഡ് അലൈൻമെൻറ്റ് എന്നുള്ളതാണ് അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ഓരോ വേർഡ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾ കൃത്യമായിട്ട് സ്പേസ് വിട്ടിട്ട് വേണം എഴുതാൻ. അതുപോലെ തന്നെ ചില ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ എഴുതുന്ന സമയത്ത് ലൈനിൻ്റെ താഴോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ജി, വൈ പോലുള്ള ലെറ്റേഴ്സൊക്കെ. അതുപോലെ തന്നെ മലയാളത്തിലും അത്തരത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്. ഇനി അതല്ലാതെ ചില ലെറ്റേഴ്സ് നമ്മൾ ലൈനിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടാവും. അതുപോലെയുള്ള ലെറ്റേഴ്സിൻ്റെ അലൈൻമെൻറ്റ് ഇതുപോലെ തന്നെ സ്പേസിങ്ങും കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു എഴുതുന്ന സമയത്ത് എഴുതാൻ. സോ ബേസിക്കലി ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഇത്ര ഈസി ആയിരുന്നു ഇത്. നൗ ലെറ്റ് മീ ഗിവ് യു എ ചാലഞ്ച്. ഏപ്രിൽ 1 മുതൽ 2 ആഴ്ച ബ്രേക്ക് വരാതെ 3 ലാംഗ്വേജസ് ഒരു പേജ് വീതം അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വീതം എഴുതിക്കോളൂ. ഇനി നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു എ 1 month ചാലഞ്ച്. പിന്നീട് കമൻറ്റിൽ ഒരു ഫോം ഇട്ടിട്ടുണ്ട്. ഇഫ് യു ഫിൽ ദ ഫോം, സാൻഡി മാൻ വിൽ ഷെയർ എ 1 month ഫ്രീ ട്രാക്കർ ടെംപ്ലേറ്റ് വിത്ത് യു. അപ്പോൾ എല്ലാവരും ചാലഞ്ചിന് റെഡിയല്ലേ?